ഒരു വശത്ത് ഉക്രൈനുമായുള്ള യുദ്ധം, മറുവശത്ത് ലോകശക്തികളുടെ, പ്രത്യേകിച്ചും അമേരിക്കയുടെ കടുത്ത ഉപരോധങ്ങൾ. റഷ്യ പ്രതിസന്ധിയിലാഴുന്നു എന്ന് ലോകം മുഴുവൻ കരുതിയിരുന്നപ്പോൾ അവിടെ ഒരു അപ്രതീക്ഷിത കൂട്ടുകെട്ട് ഉടലെടുത്തു. ലോകത്തെ എണ്ണ വിപണിയിൽ തങ്ങളുടെ അധികാരം ഉറപ്പിക്കാൻ നോക്കിയ ലോക നേതാവ് എന്ന് സ്വയം തെറ്റിദ്ധരിച്ചു വച്ചിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഒരു മുട്ടൻ പണി കൊടുക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൈകോർത്തു. അവരുടെ ലക്ഷ്യം ലളിതമായിരുന്നു, എന്നാൽ അങ്ങേയറ്റം തന്ത്രപരവും. ഇന്ത്യയെ ലോകത്തിന്റെ എണ്ണ ഖനിയാക്കി മാറ്റുക. ലോകം ശ്വാസമടക്കി പിടിച്ച് നോക്കി നിന്ന ആ നീക്കത്തിലൂടെ റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ വാങ്ങി സ്വന്തം താല്പര്യങ്ങൾക്ക് മാത്രം മുൻഗണന നൽകുന്ന ഒരു വിദേശ നയം ഇന്ത്യ പ്രഖ്യാപിച്ചു. ഈ നീക്കം ട്രംപിന്റെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചു. റഷ്യൻ എണ്ണയെ വിപണിയിൽ നിന്നും ഒഴിവാക്കാൻ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയ ട്രംപിന് അതിനേക്കാൾ വലിയ തിരിച്ചടി ലഭിച്ചു. റഷ്യയുടെ ഏറ്റവും വലിയ എണ്ണ വാങ്ങുന്നവരിൽ ഒരാളായി ഇന്ത്യ മാറി. റഷ്യൻ എണ്ണയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ശ്രമിച്ച യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ ഈ നീക്കം വലിയ വെല്ലുവിളിയായി. ഇതെല്ലാം വെറും ഒരു വ്യാപാര ഉടമ്പടി മാത്രമായിരുന്നില്ല, അതൊരു രാഷ്ട്രീയ നീക്കം കൂടിയായിരുന്നു. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ റഷ്യയുമായുള്ള സൗഹൃദം നിലനിർത്താനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിന് പിന്നിൽ എന്താണ്? എന്തുകൊണ്ടാണ് ഈ ബന്ധം തകരാതെ മുന്നോട്ട് പോകുന്നത്? ഈ കൂട്ടുകെട്ട് എങ്ങനെയാണ് ലോക രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം നൽകുന്ന ഒരു വിശദമായ വിശകലനത്തിലേക്ക് നമുക്ക് കടക്കാം. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം വെറും ഒരു വ്യാപാരപരമായ ഒന്നല്ല. പതിറ്റാണ്ടുകളുടെ ചരിത്രമുള്ള പരസ്പര വിശ്വാസത്തെയും സഹകരണത്തെയും അടിസ്ഥാനമാക്കിയുള്ള ഒരു സൗഹൃദമാണിത്. സോവിയറ്റ് യൂണിയന്റെ കാലം മുതൽക്കേ ഇന്ത്യയുടെ പ്രതിരോധ, സാമ്പത്തിക, സാങ്കേതിക മേഖലകളിൽ റഷ്യ ഒരു നിർണായക പങ്കാളിയാണ്. ഉക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യയ്ക്ക് നേരെ പാശ്ചാത്യ രാജ്യങ്ങൾ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ ഈ ബന്ധത്തിന്റെ ആഴം ലോകത്തിന് കൂടുതൽ വ്യക്തമായി. വിലക്കിഴിവിൽ എണ്ണ നൽകാനുള്ള റഷ്യയുടെ വാഗ്ദാനം ഇന്ത്യക്കൊരു സുവർണ അവസരമായിരുന്നു. വർദ്ധിച്ചു വരുന്ന ഊർജ ആവശ്യങ്ങൾ നിറവേറ്റാൻ കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ ലഭിച്ചു. ഇത് രാജ്യത്തെ പണപ്പെരുപ്പം നിയന്ത്രിക്കാനും സാധാരണക്കാർക്ക് വലിയ ആശ്വാസം നൽകാനും സഹായിച്ചു. അതേസമയം റഷ്യയ്ക്ക് തങ്ങളുടെ എണ്ണ വിപണനം തുടരാൻ ഇന്ത്യയെപ്പോലെ ഒരു വിശ്വസ്ത പങ്കാളിയെ ലഭിച്ചു. ഈ പരസ്പര ആശ്രിതത്വം ഇരു രാജ്യങ്ങളെയും കൂടുതൽ അടുപ്പിച്ചു. നവംബർ, ഡിസംബർ മാസങ്ങളിലും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ശക്തമായി തുടർന്നേക്കും എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. അനലിറ്റിക്സ് സ്ഥാപനമായ കെപ്ലറിന്റെ കണക്കുകൾ പ്രകാരം ഓഗസ്റ്റിൽ ഇന്ത്യയിലേക്കുള്ള റഷ്യൻ ക്രൂഡ് ഓയിൽ വിതരണം 5.6% വർദ്ധിച്ച് പ്രതിദിനം 1.6 ദശലക്ഷം ബാരലായി. ഇറാഖിനെയും സൗദി അറേബ്യയും പിന്തള്ളി റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരായി മാറിയത് ഈ നയത്തിന്റെ വിജയമാണ്. റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിന് ഇന്ത്യ ഡോളറിന് പകരം മറ്റ് കറൻസികൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചത് ഈ നീക്കത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇത് അമേരിക്കയുടെ ഉപരോധങ്ങളെ മറികടക്കാൻ റഷ്യയെ സഹായിച്ചു. ഇന്ത്യയുടെ ഈ നിലപാട് ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. പ്രത്യേകിച്ചും അമേരിക്കയുടെ ഭാഗത്തു നിന്നും വലിയ സമ്മർദ്ദം ഇന്ത്യക്ക് നേരിടേണ്ടി വന്നു. സ്വയം ലോക നേതാവ് എന്ന് തെറ്റിദ്ധരിച്ചു വെച്ച ട്രംപിന് ഇന്ത്യയും റഷ്യയും ചേർന്ന് കൊടുത്തത് ഒരു കടുത്ത തിരിച്ചടിയാണ്. റഷ്യയുടെ എണ്ണ വരുമാനം ഇല്ലാതാക്കാൻ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ആഗോള വിപണിയിൽ തങ്ങളുടെ അധികാരം ഉറപ്പിക്കാനാണ് ട്രംപ് ശ്രമിച്ചത്. എന്നാൽ ഇന്ത്യയുടെ ഈ നീക്കം ട്രംപിന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചു. ട്രംപിന്റെ കാലത്ത് ഇന്ത്യ റഷ്യ ബന്ധം തകർക്കാൻ അമേരിക്ക വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കണമെന്ന് അമേരിക്ക ഇന്ത്യയോട് ആവശ്യപ്പെട്ടു. ഈ ആവശ്യം അംഗീകരിക്കാൻ ഇന്ത്യ തയ്യാറാകാതെ വന്നപ്പോൾ അമേരിക്ക ഇന്ത്യക്കെതിരെ വ്യാപാരപരമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% പിഴ ചുമത്തി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുമായി നടത്തിയ പത്രസമ്മേളനത്തിൽ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കാൻ സഹായിക്കുന്നതിനായി ഇന്ത്യക്ക് മേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതായി ട്രംപ് പരസ്യമായി വെളിപ്പെടുത്തി. ഇത് ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ ഒരു പിരിമുറുക്കം സൃഷ്ടിക്കുന്നു. എന്നാൽ ട്രംപ് ഇന്ത്യയുമായി അടുത്ത ബന്ധമാണുള്ളതെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തനിക്ക് വളരെ ഇഷ്ടമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ പ്രസ്താവനയിലെ വൈരുദ്ധ്യം ശ്രദ്ധേയമായിരുന്നു. ഒരു വശത്ത് ഇന്ത്യയെ തകർക്കാനായി ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നു, മറുവശത്ത് ഇന്ത്യയുമായി നല്ല ബന്ധമാണെന്ന് പറയുന്നു. ഇത് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ ഭാഗമായിരുന്നു. സ്വന്തം രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഈ നയം റഷ്യയുടെ എണ്ണ വരുമാനം കുറച്ച് അവരെ സമ്മർദ്ദത്തിലാക്കുക എന്നതായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ ആഗോള രാഷ്ട്രീയത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും സ്വന്തം താല്പര്യങ്ങളുണ്ടെന്ന് ട്രംപ് മറന്നുപോയിരുന്നു. ഒരു രാജ്യത്തെ സമ്മർദ്ദത്തിലാക്കി മറ്റൊരു രാജ്യത്തെ കൂടെ നിർത്താനുള്ള ഈ നയം ഇന്ത്യയുടെ കാര്യത്തിൽ പരാജയപ്പെട്ടു. ഇന്ത്യയുടെ വിദേശ നയം എന്നത് സ്വയം താല്പര്യങ്ങൾക്കാണ് മുൻഗണന. റഷ്യൻ എണ്ണ ഇറക്കുമതി ശക്തമാക്കി ഇന്ത്യയുടെ നയം ആഗോള രാഷ്ട്രീയത്തിൽ ഒരു പക്ഷത്തും ചേരാതെ സ്വന്തം താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രതിഫലനമാണ്. അമേരിക്കയും
അമേരിക്കയുമായുള്ള വ്യാപാര തർക്കങ്ങൾക്കിടയിലും റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി തുടരാനുള്ള ഇന്ത്യയുടെ തീരുമാനം, ഇന്ത്യയുടെ നയം ഇവിടെ വ്യക്തമാക്കുകയാണ്. ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെ ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്തനാഥ നാഗേശ്വരൻ അമേരിക്ക പിഴത്തീരുവ ഉടൻ പിൻവലിക്കുമെന്നും അത് 25% നിന്നും 10 മുതൽ 15% കുറയ്ക്കുമെന്നും പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇത് ഇന്ത്യയുടെ നയതന്ത്രപരമായ നീക്കങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു വശത്ത് തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നു, മറുവശത്ത് വലിയ ശക്തികളുമായി ബന്ധം നിലനിർത്തുന്നു. അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്താൻ ഇന്ത്യ താൽപര്യപ്പെടുന്നുവെന്നാണ് സമീപകാല സംഭവങ്ങളും സൂചിപ്പിക്കുന്നത്. ദക്ഷിണേഷ്യയിലെ അമേരിക്കൻ വ്യാപാര പ്രതിനിധിയുടെ നേതൃത്വത്തിലുള്ള സംഘം ന്യൂഡൽഹിയിൽ ഇന്ത്യൻ ഉദ്യോഗസ്ഥരുമായി പുതിയ റൗണ്ട് ചർച്ചകൾ നടത്തിയിരുന്നു. ഈ ചർച്ചകളെ ഇന്ത്യയുടെ വാണിജ്യ മന്ത്രാലയം പോസിറ്റീവ് ഭാവിയിലേക്കുള്ള കാഴ്ചപ്പാട് എന്നാണ് വിശേഷിപ്പിച്ചത്. അമേരിക്കയുമായി മെച്ചപ്പെട്ട വ്യാപാര ബന്ധം ഇന്ത്യക്ക് ആവശ്യമാണ്, എന്നാൽ അത് റഷ്യയുമായുള്ള സൗഹൃദത്തിന് കോട്ടം വരുത്തിക്കൊണ്ടായിരിക്കില്ല എന്ന് മാത്രം. ഈ നിലപാട് ഇന്ത്യ എപ്പോഴും വ്യക്തമാക്കിയിട്ടുമുണ്ട്. മോദി പുടിൻ കൂട്ടായ്മയും ഭാവിയിലെ മാറ്റങ്ങളും നമുക്ക് പരിശോധിക്കാം. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഈ കൂട്ടായ്മ വെറും എണ്ണ വ്യാപാരത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. ഇത് ഭാവിയിൽ ലോക രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചേക്കാം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ പുടിനും മോദിയും വിവിധ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. പ്രതിരോധ സഹകരണം, അതായത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ റഷ്യക്ക് നിർണായക പങ്കുണ്ട്. ഇന്ത്യയുടെ 60%-ലധികം പ്രതിരോധ ഉപകരണങ്ങൾ റഷ്യയിൽ നിന്നാണ് വരുന്നത്. യുദ്ധവിമാനങ്ങൾ, അന്തർവാഹിനികൾ, മിസൈലുകൾ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. റഷ്യ ഇന്ത്യക്ക് നൽകുന്ന സാങ്കേതിക വിദ്യയും പിന്തുണയും മറ്റ് രാജ്യങ്ങൾ നൽകാൻ മടിക്കുന്നതാണ്. റഷ്യൻ S-400 മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനം അമേരിക്കയുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു നയതന്ത്രപരമായ മറ്റൊരു നീക്കമായിരുന്നു. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. അതുപോലെ ഡോളറിന് പകരം മറ്റ് കറൻസികൾ ഉപയോഗിച്ചുള്ള വ്യാപാരം ഇരു രാജ്യങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇത് ഡോളറിന് ആഗോളതലത്തിൽ ഉണ്ടായിരുന്ന പ്രാധാന്യം കുറയ്ക്കാനായി സഹായിക്കും. ഇന്ത്യയുടെ UPI പോലെയുള്ള ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങളെ റഷ്യയുമായി ബന്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഇത് ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള വ്യാപാരം കൂടുതൽ എളുപ്പമാക്കും. റഷ്യയിൽ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ വലുതാണ്. വൈദ്യശാസ്ത്രം, എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിൽ റഷ്യ ഇന്ത്യക്ക് വലിയ സംഭാവനകൾ നൽകുന്നു. ബഹിരാകാശ ഗവേഷണത്തിലും ആണവോർജ്ജ മേഖലയിലും ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരണമുണ്ട്. ആണവോർജ്ജ നിലയങ്ങൾ സ്ഥാപിക്കുന്നതിൽ റഷ്യ ഇന്ത്യക്ക് നൽകുന്ന സാങ്കേതിക സഹായം ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ നിർണായകമാണ്. ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പോലും ഈ ബന്ധത്തിന് വലിയ കോട്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഐക്യരാഷ്ട്രസഭയിൽ ഉക്രൈൻ വിഷയത്തിൽ റഷ്യക്കെതിരായ പ്രമേയങ്ങളിൽ നിന്നും ഇന്ത്യ വിട്ടുനിന്നത് റഷ്യക്ക് വലിയ പിന്തുണയായി. ലോകത്തെ ഏത് പ്രതിസന്ധിയിലും ഇന്ത്യക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കൂട്ടുകെട്ട് റഷ്യയുമായി ഉണ്ടെന്ന് ഇത് തെളിയിക്കുന്നു. ആഗോള രാഷ്ട്രീയത്തിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയുടെ നയതന്ത്രപരമായ നീക്കങ്ങളെയാണ് ഈ സംഭവങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. സ്വന്തം താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഒരു പക്ഷത്തും ചേരാതെ എല്ലാ ശക്തികളുമായി ബന്ധം നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരു നയം. ഇത് ആധുനിക ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പുതിയ മുഖമാണ്. റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയിൽ ക്രൂഡ് ഓയിൽ ലഭിക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നു. അതേസമയം തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ കൂടുതൽ അവസരങ്ങൾ തേടാനും ഇന്ത്യ ആഗ്രഹിക്കുന്നു. ഈ നയതന്ത്രപരമായ നീക്കങ്ങളിലൂടെ ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പക്ഷം ചേരാതെ സ്വന്തം രാജ്യത്തിന്റെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഇന്ത്യയുടെ വിദേശ നയം കൂടുതൽ വ്യക്തമാവുകയാണ്. ഇത് ലോകത്തിന് ഒരു മാതൃക കൂടിയാണ്. സ്വന്തം രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ലെന്ന് ഇന്ത്യ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.